ഇറാനും അമേരിക്കയും തമ്മിൽ ഡിജിറ്റൽ ഒപ്പോടെ നിലവിൽ വന്ന സമാധാന ധാരണ പക്ഷേ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. ഇസ്രായേൽ അമേരിക്ക ഇറാൻ സമാധാന കരാറിനെ കഴിഞ്ഞ ദിവസം തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു. ഈ കരാർ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഇസ്രായേൽ ആദ്യ പ്രതികരണത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലെബനനെ ഈ സമാധാന കരാറിന്റെ ഭാഗമാക്കുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് ഇസ്രായേൽ. തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണ് എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട്. അതേസമയം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. അത് ഇസ്രായേലിനെതിരെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഈ രീതിയിലുള്ള പ്രതികരണമാണ് ഇസ്രായേലിനെതിരെ ട്രംപ് നടത്തിയത്. ട്രംപിന്റെ പ്രതികരണം കേൾക്കാം. അതിൽ വ്യക്തമായിട്ട് ട്രംപ് പറയുകയാണ്, ഞങ്ങളില്ലെങ്കിൽ ഇസ്രായേൽ ഇല്ല. ട്രംപിന്റെ പ്രതികരണം. Some end details. I didn't like that he did an attack based on there's a very minor little thing with some drones that were released, and he ends up doing I saw that attack. I saw where that bomb went. Did you see what happened? That was a vicious, that was too much. You can do too much also. But we've had a very effective relationship. Without the United States, there would be no Israel. Without me, there would be no Israel, because no other president was willing to do what I did. I've had a great relationship with Bibi, but now Bibi has to be more responsible with respect to Lebanon. കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണം എന്നുള്ള കാര്യം കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാറിനെ ഇസ്രായേൽ എതിർക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പ്രതികരണം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. VR കാർത്തിക് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർത്തിക്, എന്തായാലും ഇസ്രായേൽ അംഗീകരിക്കുകയില്ല സമാധാന കരാറിനെ. അത് ജനീവയിൽ വരുന്ന വെള്ളിയാഴ്ച ഔദ്യോഗികമായിട്ട് ഒപ്പുവെക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ ചർച്ചകൾ കൂടി ഇതോടൊപ്പം നടക്കുന്ന ഈ സമയത്തും ഇസ്രായേൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞുവല്ലോ. ഇന്ന് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? മഞ്ജുഷ്, G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രാൻസിൽ എത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മുൻപ് ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തി. ഈ സമാധാന ധാരണകളുടെ പശ്ചാത്തലത്തിൽ ആ ഉഭയകക്ഷി ചർച്ച ഏറെ നിർണായകമായിരുന്നു. ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായുള്ള ഈ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപ് ഇത്തരം ഒരു പ്രതികരണം നടത്തിയത്. ഈ പ്രതികരണത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ട്രംപ് നടത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണം, താൻ ഇല്ലാതെ ഇസ്രായേൽ ഇല്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു ട്രംപ്. കഴിഞ്ഞ ദിവസവും ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ സമാധാന ധാരണകൾ വിശദീകരിക്കുന്നതിനൊപ്പം തന്നെ രൂക്ഷമായ വിമർശനങ്ങളാണ് നെതന്യാഹുവിനെതിരെ ട്രംപ് ഉന്നയിച്ചത്. പ്രധാനമായും നെതന്യാഹു കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെന്നും ഈ കരാർ സാധ്യമാക്കിയതിൽ ഇസ്രായേൽ അതോടൊപ്പം തന്നെ നെതന്യാഹുവും അമേരിക്കയോട് നന്ദിയുള്ളവരാകണം എന്നുകൂടി അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ വിമർശനങ്ങൾ പലകുറി പതിവാക്കുകയാണ് ഇപ്പോൾ ട്രംപ്, പ്രത്യേകിച്ച് നെതന്യാഹുവിനെതിരെ. ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം 2 മണിക്കൂർ പോലും നിലനിൽക്കില്ലായിരുന്നു എന്നുകൂടി പറഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞ ദിവസം അഭിമുഖത്തിൽ. അങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ ബെന്യാമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ഇതിനാധാരമായ സംഭവം നമ്മൾക്ക് അറിയാം. ഞായറാഴ്ച ഈ സമാധാന കരാറുകളിൽ ധാരണയിലെത്തിയ ശേഷവും ഇസ്രായേൽ ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയിരുന്നു. ലെബനനിൽ ഇസ്രായേൽ തുടരുന്ന സൈനിക നടപടികൾ അത് ഒരു ഘട്ടത്തിൽ ഈ സമാധാന ധാരണകളെ തകിടം മറിക്കും എന്ന പ്രതീതി വരെ ഉളവാക്കിയിരുന്നു. നമുക്കറിയാം, ഈ സമാധാന കരാറിൽ ഒപ്പിട്ടപ്പോഴും അതിൽ ഇറാൻ ഉന്നയിച്ച ഒരു പ്രധാന വ്യവസ്ഥ ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നതാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ വിമർശനങ്ങളെ കാണാൻ. ഏതായാലും ലെബനനോടുള്ള സമീപനത്തിൽ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ലെബനനെതിരായ ഏതൊരു സൈനിക നീക്കവും അത് അമേരിക്കയുമായുള്ള ധാരണകളുടെ ലംഘനമായിരിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ പ്രതികരണങ്ങളെ വായിച്ചെടുക്കാൻ. എന്തായാലും ഒരു തന്ത്രപരമായ നീക്കമാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അതായത് ഈ സമാധാന കരാർ കുറച്ചു കാലഘട്ടത്തെങ്കിലും നിലനിൽക്കാൻ
അത് ഈ നിലവിലെ അവസരത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലിനെയും അതോടൊപ്പം തന്നെ നെതന്യാഹുവിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ അനിവാര്യമാണ്. അത് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു തന്ത്രപരമായ നീക്കമായി വിലയിരുത്തുന്നവരുണ്ട്. ഒപ്പം അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ ട്രംപ് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. അതായത് ഹെസബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, അതിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് പറയുന്നത്. ഹെസബുള്ള അടക്കമുള്ളവരെ പ്രതിരോധിക്കാൻ സിറിയ തയ്യാറാകണമെന്നും ആ ഉത്തരവാദിത്വം സിറിയയ്ക്ക് വിട്ടുകൊടുക്കണം എന്നുകൂടി ഒരു അഭിപ്രായം ട്രംപ് പറഞ്ഞു വെക്കുന്നു. അതായത് ഹെസബുള്ളക്കെതിരെ നേർക്കുനേർ നടത്തുന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ മാറി നിൽക്കണം, ആ സൈനിക നടപടികളിൽ നിന്ന് ഇസ്രായേൽ ഒഴിഞ്ഞു നിൽക്കണം എന്നൊരു സന്ദേശം കൂടിയാണ് ട്രംപ് നൽകുന്നത്. എന്തായാലും ആവർത്തിച്ചുള്ള വിമർശനങ്ങളാണ് നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ട്രംപ് നടത്തുന്നത്. അത് സമകാലികമായി ഉരുത്തിരിഞ്ഞ സമാധാന ധാരണകളുടെ പശ്ചാത്തലത്തിലാണ്. ആ ധാരണയിലെ ഏറ്റവും പ്രധാന വ്യവസ്ഥ ഇസ്രായേൽ ലെബനനിൽ നടക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ്. ഈ സമാധാന ചർച്ചകൾക്ക് ശേഷം ഞായറാഴ്ച ഇസ്രായേൽ വീണ്ടും ബെയ്റൂട്ടിൽ ആക്രമണം നടത്തി. ഒപ്പം അതിനുശേഷം നെതന്യാഹുവിൻ്റെ പ്രതികരണവും കടുത്ത ഭാഷയിലായിരുന്നു. വിട്ടുവീഴ്ചയില്ല എന്ന പ്രതികരണമായിരുന്നു നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, ആണവായുധം അവർ സ്വന്തമാക്കുന്നത് തടയുമെന്നും അതുവരെയും അത് ഉറപ്പാക്കുന്നതുവരെയും ഈ യുദ്ധം തുടരും എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്തായാലും നിലവിലെ സമാധാന കരാർ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബെന്യാമിൻ നെതന്യാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശക്തമായ വിമർശനങ്ങളാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ശരിയാണ് കാർത്തിക്. എന്തായാലും തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും, ഇസ്രായേലും അമേരിക്കയും തമ്മിൽ. കാരണം ഇസ്രായേൽ ഈ സമാധാന കരാറിനെ അംഗീകരിക്കുന്നില്ല. അതേസമയം അമേരിക്കയ്ക്ക് സമാധാനം കൂടിയേ തീരൂ, എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് തലയൂരുക എന്നത് തന്നെയാണ് ട്രംപിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെതിരെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും ട്രംപ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാനില്ലെങ്കിൽ ഇസ്രായേൽ ഇല്ല എന്ന ട്രംപിൻ്റെ അല്പം മുമ്പത്തെ പ്രതികരണമാണ്. എന്തായാലും പക്ഷേ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം എന്തായാലും ഇസ്രായേൽ നിർത്തില്ല. സമാധാന കരാർ ഡിജിറ്റൽ ഒപ്പോടെ നിലവിൽ വന്നതിന് ശേഷവും ഈ ആക്രമണം തുടരുകയാണ്.